അടുത്ത് ചെന്നിട്ട് നമ്മൾ വിളിക്കുമ്പോ ആരെയാ ഉദ്ദേശിക്കുന്നത്? യാ ഇബാദല്ലാഹ്, അള്ളാന്റെ അടിമകളെ എന്ന് വിളിച്ചാൽ അതുകൊണ്ട് എന്തേ വെച്ചാലു മണ്ടിയേരിയോ എന്ന് മലപ്പുറം ഭാഷ ഓടി വരണേന്ന്. ഓടി വരണേന്ന് വിളിച്ചാലെന്താ? സാധാ അനുവദിക്കപ്പെട്ട കാര്യല്ലേ, അതുപോലെ ഉള്ളൂ. അപ്പൊ അത് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. ആരെയാ ഉദ്ദേശിക്കുന്നത്? മലക്കിനെയാണ്, ജിന്നിനെയാണ്, ഔലിയാക്കന്മാരാണ്, മനുഷ്യനെയാണ്, ഭാര്യനെയാണ്, ഭർത്താവിനെയാണ്. അങ്ങനെ വെറുതെ ആവശ്യമില്ലാതെ പരത്തി പറയാ. എന്നിട്ട് മൂപ്പര് പറയാണ് ഈ വിളിച്ച ആളെ മനസ്സിൽ അങ്ങനെ പ്രത്യേകിച്ച് ആരില്ല. എന്റെ വിളി കേൾക്കുന്നവരാരാകട്ടെ, എന്നെ സഹായിക്കാൻ കഴിയുന്നവരാര് വിളി കേൾക്കുന്നിടത്തുണ്ടാട്ടെ, അവര് സഹായിക്കട്ടെ എന്നേ ഉദ്ദേശിക്കണുള്ളൂ. എന്നിട്ട് മൂപ്പര് പറയാണ് സഹായം ആയിരുന്നൊക്കെ കിട്ടുക. അവിടെ മൂപ്പര് വീണ്ടും മലക്കും ചിഹ്നം പറയാ. കേട്ടോളി. സഹായം മനുഷ്യന് മലക്കുകളിൽ നിന്ന് സഹായം കിട്ടുന്നുണ്ട്. ഹഫലത്തിന്റെ സഹായം മനുഷ്യന് കിട്ടുന്നുണ്ട്. അത് ഹഫലത്ത് വിളിച്ചിങ്ങാണ്ട് എന്നെ സഹായിക്കുമോ എന്ന് പറഞ്ഞ് വിളിച്ച് പ്രാർത്ഥിക്കും, സഹായം ചോദിക്കും ചെയ്തിട്ടല്ല അത് കിട്ടുന്നത്. അതേപോലെ തന്നെ ഈ ജിന്ന് വർഗത്തിൽപ്പെട്ട ആളുകളോട് ആ പറഞ്ഞ രീതിയിലേക്ക് പോകാനൊട്ട് പാടില്ല. മനുഷ്യന്മാരെ കൂട്ടത്തിൽപ്പെട്ട ചില ആളുകൾ ജിന്നുകളോട് അഭയം തേടാറുണ്ടായിരുന്നു, രക്ഷ തേടാറുണ്ടായിരുന്നു. ഫസാദൂഹും റഹഖ. അത് ഖുർആൻ എടുത്ത് വിമർശിച്ച് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അത് ചെയ്യാനും പാടില്ല. എന്നാൽ ഈ വിളിക്കുന്നത് ഇത് വല്ല ജിന്നും ഉണ്ടെങ്കിൽ ആ ജിന്ന് സഹായിക്കട്ടെ എന്നുള്ള നിലക്ക് ജിന്നിനോടാണ്. അങ്ങനെ നിയ്യത്ത് വെക്കാനൊക്കെ ആർക്കെങ്കിലും ഒഴിവുണ്ടാകുമോ? ഇങ്ങനെ ഒഴിഞ്ഞ സ്ഥലത്ത് ഇങ്ങനെ പേടിയാണ് നേരത്ത് ജിന്നിനെ നിയ്യത്ത് വെച്ചിട്ട് ജിന്നിന്റെ സഹായം കിട്ടാൻ. അപ്പൊ അതൊക്കെ കുറച്ച് അതിശയോക്തിപരമായ പ്രയോഗങ്ങളും വ്യാഖ്യാനങ്ങളും. കണ്ടോ? അപ്പൊ സഹായമായിരുന്നൊക്കെ കിട്ടുക. ഉമ്മയാണ്, ബാപ്പയാണ്, മറ്റൊക്കെ പറഞ്ഞാലും മലക്കും ജിന്നും അഭിനോപര് പറയണത്. മലക്കിന്റെ സഹായം നമുക്ക് ചോദിക്കാതെ തന്നെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഹഫലത്ത്, നമ്മളെ സംരക്ഷിക്കുന്ന മലക്കുകള്. പിന്നെ ജിന്നിനോട് സഹായം ചോദിച്ച് പ്രാർത്ഥിച്ചിരുന്ന ഒരു സമ്പ്രദായം ജാഹിലിയ കാലത്തുണ്ടായിരുന്നു. അത് ഖുർആൻ എടുത്ത് ഉദ്ധരിച്ചിട്ടുണ്ട്. എന്താണ്? വഅന്നഹു കാന റിജാലും മിനൽ ഇൻസി, മനുഷ്യരിൽപ്പെട്ട ചില ആളുകൾ യഊദൂന ബിരിജാലിൻ മിനൽ ജിന്നി, ജിന്നിൽപ്പെട്ട ആളുകളോട് അഭയം തേടാറുണ്ടായിരുന്നു. അപ്പൊ ഏതെങ്കിലും ഒരു വാദിയിൽ ഒരു താഴ്വരയിൽ ചെന്നുപെട്ടാൽ എന്റെ സമ്പത്തും എന്റെ കുട്ടികളും എന്റെ കാലികളും എന്റെ എല്ലാത്തിനെയും ഇവിടെയുള്ള കാഫിർ ജിന്നുകളിൽ നിന്നും നീ രക്ഷിക്കണേ, ഞാൻ നിന്നോട് അഭയം തേടുന്നു എന്ന് ജിന്ന് നേതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കും. ആ രീതിയിലേക്കോട്ട് പോകാനും പാടില്ല. അപ്പൊ പ്രാർത്ഥനയാകാത്ത ഒരു തേട്ടം ഉണ്ട്, അത് ജിന്നിനെ ഉദ്ദേശിച്ചാണ് എന്നതിന്റെ ഉള്ളിലൂടെ സമ്മതിക്കാൻ മുപ്പര്. കണ്ടോ? കുട്ടി യാ ഇബാദല്ലാഹ് ചോദിച്ചിട്ടില്ല. യാ ഇബാദല്ലാഹ് ഹദീസിനെ പറ്റി കുട്ടി മിണ്ടിയിട്ടല്ല. വിജനമായ സ്ഥലത്ത് വെച്ചിട്ട് ജിന്ന് സഹായിക്കും വിചാരിച്ച് വിളിക്കാൻ സഹായിക്കുമെന്ന് വിശ്വസിക്കാൻ പറ്റുമോ എന്നാണ്. ഒരൊറ്റ മറുപടി, അങ്ങനെ വിശ്വസിക്കാൻ പാടില്ല, അത് ശിർക്കാണ്. 2012 തൗഹീദ് അനുസരിച്ച് അത്രേ പറയേണ്ടുള്ളൂ. എന്നാൽ ഇതെന്തിനാ ഇയാൾ വിശദീകരിച്ചത്? ഇനി നോക്കിങ്ങള്. അപ്പൊ യാ ഇബാദല്ലാഹ് ചോദിക്കാതെ തന്നെ ഒരു തത്വം ഇയാൾ പഠിപ്പിക്കുകയാണ്. ഇനി ഇയാൾ ഇസ്ലാഹിലേക്ക് കിടക്കുന്നുണ്ട്. കേട്ടോളൂ. ആ വിഷയത്തിൽ തന്നെ വന്ന ചില സ്ഖലിതങ്ങൾ ലേഖനത്തിൽ വന്നത് ആ ലേഖകൻ തന്നെ എഴുതിയ പ്രസിദ്ധീകരണത്തിൽ പിന്നീട് തിരുത്തിയിട്ടുമുണ്ട്. കണ്ടോ? ആ പ്രസിദ്ധീകരണത്തെ പറ്റി എന്താ ചോദിച്ചോ? ചോദിച്ചിട്ടില്ലല്ലോ. അപ്പൊ ഇസ്ലാഹിന് വന്ന ലേഖനം അത് ശിർക്കാണെന്ന് മൂപ്പര് പറഞ്ഞില്ല. ചില സ്ഖലിതങ്ങൾ വന്നിരുന്നു. ആ സ്ഖലിതം ആ പ്രസിദ്ധീകരണത്തെ തന്നെ തിരുത്തിയിട്ടുണ്ട്. ഇപ്പൊ മൂപ്പര് പറഞ്ഞെന്താ? അത് ശിർക്കാണ്. അപ്പൊ 2007 എഴുതിയിട്ട് 2009 മൂപ്പര് പറയാണ് ചില സ്ഖലിതം വന്നിരുന്നു, അത് തിരുത്തുകയും ചെയ്തു. ഇപ്പോൾ സക്കരിയ സലാഹിക്കെതിരെ കുറ്റപത്രത്തിൽ 4-ാം നമ്പർ എന്താ? 2007 ഏപ്രിൽ മാസത്തിൽ ശിർക്കൻ വാദം എഴുതി പ്രചരിപ്പിച്ചു അബ്ദുൽ ജബ്ബാറിന്റെ ലേഖനത്തിലൂടെ. 2009 മൂപ്പര് ശിർക്കാന്ന് പറഞ്ഞോ? പറഞ്ഞില്ല. സുഹൃത്തുക്കളെ, ഇതൊക്കെ എന്താണ് നിങ്ങൾ ചിന്തിച്ചോളി. ഇതില്ലാത്ത വാദങ്ങൾ പറഞ്ഞ് മുജാഹിദ് പ്രസ്ഥാനത്തെ ഭിന്നിപ്പിക്കാൻ വേണ്ടി ഇയാൾ കളിക്കുന്ന പൊളിറ്റിക്സ് ആണിത്. അതിന് സാധാരണക്കാരെ നിങ്ങൾ തലവെച്ച് കൊടുക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്റെ സഹോദരൻ ഹനീഫ് ദുഃഖിച്ചിരിക്കുന്ന ഈ സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ളത്, ഇയാളുടെ വണ്ടിയിൽ ഇനിയും കയറി ഈ പ്രസ്ഥാനത്തെ നശിപ്പിക്കാൻ കൂട്ടുനിൽക്കരുത് എന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇയാൾ എന്താ പറഞ്ഞത്? ജാമിയയിൽ നടന്ന മുഖാമുഖത്തിൽ രാത്രി 12:30 മണിക്ക് ഇയാൾ പറയാണ് മരുഭൂമി ചെന്നിട്ട് ജിന്നിനെ വിളിക്കാന്ന് കള്ള ഹദീസ് ഉദ്ധരിച്ച് നടക്കുകയാണ്. നോക്കിക്കോളൂ.
ഇപ്പോ തലശ്ശേരിയിൽ വന്നിട്ട് ഇയാൾ വല്ലാതെ കരഞ്ഞു എന്നാ പെണ്ണുങ്ങളൊക്കെ പറഞ്ഞത്. ഹൗ അയാൾ കരന്നെ ഈ സക്കരിയാസല ഇയാൾ എന്തിനങ്ങനെ ബുദ്ധിമുട്ടിച്ചത് എന്നാണ്. ഇന്ന് യഥാർത്ഥ അബ്ദുറഹ്മാൻ സലഫിനെ കണ്ടോളിങ്ങള്. രാത്രി 12:30 മണിക്ക് ജാമ്യയുടെ പരിപാവന ക്യാമ്പസിൽ നിന്നിട്ട് ഇയാൾ അലറുകയാണ് കേട്ടോ. മരുഭൂമി ചെന്നുപെട്ട ഒരു ജിന്നിനോട് ചോദിക്കാനുള്ള ഒരു കള്ള ഹദീസും പിടിച്ച് കള്ളത്തരം പറഞ്ഞ് മുവഹിദുകളെ ശിർക്കിലേക്ക് കൊണ്ടുപോവുകയാണോ? ഇതാണോ ഹദീസ് പണ്ഡിതന്മാരുടെ പണി? ഏത് ഹദീസാണോ നീ ഓതിയത്? ആരാണോ നിനക്ക് ഹദീസ് പഠിപ്പിച്ചു തന്നത്? മരുഭൂമിയിൽ പോയ ജിന്നിനോട് ചോദിക്കണമെന്ന് എവനാണോ നിന്നെ പഠിപ്പിച്ചത്? ആരാ നിനക്ക് ഹദീസ് പഠിപ്പിച്ചത്? ആ മുഹദ്ദിസിനെ കൊണ്ടുവാ ഇങ്ങോട്ട്. ധൈര്യമുണ്ടെങ്കിൽ കൊണ്ടുവാ ഇങ്ങോട്ട്. ഹദീസ് പഠിപ്പിച്ചു തരാ. ഹദീസ് പണ്ഡിതന്മാരല്ലാത്ത ഞങ്ങളുടെ മുന്നിലേക്ക് വാ. ഇവിടുന്ന് ചില ആളൊക്കെ വണ്ടി എടുത്ത് പോയി കേട്ടതാ. അത് രാത്രി 12:30 കാളില്ലാത്ത ബസ് ഗോൾ അടിക്കാൻ ആരുമില്ലല്ലോ, കണ്ടു പാടാകട്ടെ, ധൈര്യം ഉണ്ടെങ്കിൽ ആരുമില്ലല്ലോ. ഏയ് എന്താ ധൈര്യം മൂപ്പര്? ഹദീസും പഠിച്ച് നടക്കാണ്. ആരാ സംസ്കാരം? ഇയാളപ്പ ജനറൽ സെക്രട്ടറി ഞാൻ കുപ്പായിട്ട് നടക്കണം. എങ്ങനെ ഉണ്ടാവും പ്രസ്ഥാനത്തിന്റെ അവസ്ഥ? നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി. ഇയാൾ ജനറൽ സെക്രട്ടറി ആല് ഇയാളിപ്പോ പട്ടും വളയും കൊടുത്ത് ആദരിച്ച് വാഴിച്ച് കൊണ്ടു നടക്കുക. ചില ആളുകളൊക്കെ മുജാഹിദ് പ്രസ്ഥാനം ശിർക്കിലേക്ക് പോകുമ്പോൾ അദ്ദേഹം ശക്തമായി ഇടപെട്ട് തൗഹീദിൽ പിടിച്ചു നിർത്തി. ഈ കാലഘട്ടത്തിൽ പ്രസ്ഥാനത്തെ രക്ഷിച്ച മുജദ്ദിദ് ആരാണ്? എന്നെ പറ്റിയ മുഹദ്ദിദ് കള്ള ഹദീസും പിടിച്ചെടുക്കാൻ. ഞാൻ മുഹദ്ദിദാണ്, ഞാൻ പറഞ്ഞിട്ടില്ല. ഈ മുജാഹിദ് പ്രസ്ഥാനത്തിൽ ആരും പറഞ്ഞിട്ടില്ല. ഒരു ഹദീസ് പണ്ഡിതനെ പറ്റി പഠനം നടത്തിയെന്നല്ലാതെ ഞാനൊരു ഹദീസ് പണ്ഡിതനോട്ട് അല്ലതാനും. പക്ഷെ അങ്ങനെ പ്രചരിപ്പിക്കുകയാണ്. അബ്ദുസ്സലാം സല്ലമിയെ മുഹദ്ദിസായിട്ട് മടവൂർ ഇമാം കൊണ്ടുവരുന്നല്ലോ. ഒരു മുഹദ്ദിസ് അടുത്ത മുഹദ്ദിസും പോണെന്ന് പറയാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ചേർത്താൻ വേണ്ടിയിട്ട് പറയാണ്. നമുക്ക് തിരിയതിന്റെ ഉദ്ദേശമൊക്കെ. സുഹൃത്തുക്കളെ, നമ്മൾ ആരും മരുഭൂമി ചെന്നിട്ട് ജിന്നിനെ വിളിക്കാന്ന് പറഞ്ഞിട്ടില്ല. ഒരൊറ്റ ക്ലിപ്പുകൾ കാണിക്കൂ. എന്നാ ഇപ്പൊ ഇയാൾ ഒരു ക്ലിപ്പുകൾ കണ്ടു. ഇനി കേട്ടോളൂ നിങ്ങള്. ജിദ്ദയിൽ വെച്ച് 2009 ഒരു ചോദ്യം ചോദിക്കാണ് ഒരു പ്രവർത്തകൻ. എന്താ ചോദ്യം? നല്ല ശ്രദ്ധിച്ചു കേട്ടോളൂ. എൻ്റെ പേര് അബ്ദുറഹ്മാൻ, തിരുവനന്തപുരം സ്വദേശിയാണ്. എനിക്ക് 2 ചോദ്യങ്ങളാണ് ചോദിക്കാനുള്ളത്. അത് മറ്റ് 2 പേരുടെ ചോദ്യങ്ങളാണ്. ധൈര്യമുണ്ടെങ്കിൽ ഈ സദസ്സിൽ ചോദിക്കാൻ ധൈര്യമുണ്ടോ എന്ന് ചോദിക്കുകയും എന്നാൽ ഇവിടെ വരാൻ ധൈര്യം കാണിക്കാതിരിക്കുകയും ചെയ്ത 2 പേരുടെ 2 ചോദ്യങ്ങളാണ്. അതായത് ഇപ്പോൾ സലഫി സൂചിപ്പിച്ചതുപോലെ ഷിർക്കിന്റെ ഒരുപാട് വശങ്ങൾ പറയുകയുണ്ടായി. അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്നും, എന്നാൽ ആ പ്രാർത്ഥന നേർച്ച മറ്റുള്ളവരോട് അർപ്പിക്കാൻ പാടില്ല എന്നും, അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആണ് ചെയ്തതെങ്കിൽ പോലും അത് അള്ളാഹു ഒരിക്കലും പൊറുക്കില്ല എങ്കിൽ KNM അല്ലെങ്കിൽ മുജാഹിദ് പ്രസ്ഥാനം തന്നെ അത് ചെയ്യുകയാണെങ്കിൽ അള്ളാഹു ഒരിക്കലും പൊറുക്കില്ലല്ലോ. വിഷയം പറയാൻ കാരണം, വിജനമായ സ്ഥലത്ത് വെച്ച് ആരെങ്കിലും ഒരാൾ അള്ളാഹുവിന്റെ അടിമകളെ, അത് ജിന്നാകട്ടെ മലക്കാകട്ടെ ആരും ആയിക്കോട്ടെ, എന്നെ സഹായിക്കൂ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചാൽ അത് ശിർക്കാകുകയില്ല എന്ന് മുജാഹിദിന്റെ നേതാവ് ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ വിവരിച്ചു എന്നും, മാത്രമല്ല അത് ഇബ്നു കസീർ അല്ലേ എന്ന് പറഞ്ഞ് തള്ളാൻ കഴിയില്ല, ഇസ്ലാഹിൽ തന്നെ അത് പരാമർശിച്ചിട്ടുണ്ട് എന്നും അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. സത്യത്തിൽ ഇതിന്റെ എന്താണ് അടിസ്ഥാനം? ഇതിൽ ശിർക്കുണ്ടോ? എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ചോദ്യം നല്ലോണം ശ്രദ്ധിക്കണം. യാ ഇബാദല്ലാഹ് അഈനൂനി എന്ന ഹദീസാണ് ചോദ്യം. ശിർക്ക് KNM ചെയ്താലും ശിർക്ക് തന്നെയാണല്ലോ. അപ്പൊ യാ ഇബാദല്ലാഹ് അഈനൂനി, അള്ളാന്റെ അടിമകളെ എന്നെ സഹായിക്കണേ എന്ന് വിജനമായൊരു മരുഭൂമിയിൽ വെച്ചിട്ട് അത് ജിന്നാകട്ടെ മലക്കാകട്ടെ അവർ ഇങ്ങനെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ, അയാളിപ്പോ ഒരു സാധാരണക്കാരൻ ചോദ്യം ചോദിത്തവന് അത്രല്ലേ വിവരം ഉണ്ടാവുള്ളൂ. പ്രാർത്ഥന എന്നയാൾ പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥിച്ചാൽ അത് ശിർക്കാവുകയില്ല എന്ന് ഇസ്ലാഹിലുണ്ട്, ഇബ്നു കസീറിന്റെ വിദായിലുണ്ട്. എന്നാൽ അതിൽ ശിർക്കുണ്ടോ? എന്താണ് അതിന്റെ അഭിപ്രായം? അല്ലെ, ആരാണ് കള്ള ഹദീസും വിശദീകരിച്ച് നടക്കണമെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഏത് മുഹദ്ദിസ് എന്നെ പഠിപ്പിച്ചെന്ന് ചോദിച്ചില്ലേ? ആ മുഹദ്ദിസ് കണ്ടോളി. ആ മുഹദ്ദിസ് ബനാറസ് എന്ന് പറഞ്ഞ മുഹദ്ദിസാ. യാ ഇബാദല്ലാഹ് അഈനൂനി എന്ന് വിജനമായ സ്ഥലത്ത് ഒരാളും രക്ഷിക്കാൻ ഇല്ല എന്ന് തോന്നുന്ന സ്ഥലത്ത് ഒരാള് വിളിച്ചു തേടാമോ എന്നതാണ് പ്രശ്നം. അങ്ങനെ ഒരു ഹദീസ് വന്നിട്ടുണ്ട് എന്നാണ് പ്രസ്തുത റിപ്പോർട്ട്. ആ ഇബാദല്ലാഹ് എന്ന് പറഞ്ഞാൽ ആരാ? മരിച്ചുപോയ ആളുകളോട് സഹായം ആവശ്യപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് ശിർക്കാണ്. ജീവിച്ചിരിപ്പുള്ളവരോടും ദുആ ചെയ്യുന്നത് ശിർക്കാണ്. മനുഷ്യരല്ലാത്തവരോട് ദുആ ഇസ്തിഗാസ ചെയ്യുന്നത് അതും ശിർക്കാണ്. ആകാശമാവട്ടെ, ഭൂമിയാകട്ടെ, നക്ഷത്രങ്ങളാകട്ടെ, സമുദ്രമാകട്ടെ,
കല്ലാകട്ടെ, ഖബറാകട്ടെ, മരിച്ച മനുഷ്യരാകട്ടെ, ജീവനുള്ള മനുഷ്യരാകട്ടെ, ദുആയാണോ അത് അല്ലാഹു അല്ലാത്തവരോട് ചെയ്യുന്നത് ശിർക്കാണ്. അപ്പൊ റസൂലുള്ള ഒരിക്കലും ദുആ യാ ഇബാദല്ലാഹ് എന്ന് പറയുന്നത് അവരോടുള്ള ദുആ ആയിക്കൊണ്ട് ചെയ്യാൻ പഠിപ്പിക്കും എന്ന് വിശ്വസിക്കാൻ നിർവാഹമില്ല. നബി ഒരിക്കലും അത് ചെയ്തിട്ടില്ല, ചെയ്യാൻ പാടില്ല, ചെയ്യുന്നത് ശിർക്കാണ് എന്ന് പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. ഒന്ന് രണ്ടാം എന്താ ഒന്ന് നല്ലണോ ഒരു നമ്പർ ഇട്ടൊക്കെ പറയാ. 4 മാസം കൊണ്ട് മുഹദ്ദിസ് പട്ടം ബനാറസ് കിട്ടിയ ആളാണ്. എന്താണ് പറഞ്ഞത്? ഒന്നാമത്തത് ദുആ ആണോ അത് ശിർക്കാണ്. അത് മരിച്ചവരോടായാലും ജീവിച്ചവരോടായാലും കല്ലാകട്ടെ, ഖബറാകട്ടെ, മനുഷ്യനാകട്ടെ, എന്തിനോടാണ് ദുആ ആണെങ്കിൽ ശിർക്കാണ്. യാ ഇബാദല്ലാഹ് എന്നത് ഒരു ദുആ ആയിട്ട് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കൂല. അതുകൊണ്ട് ഇത് ദുആ അല്ല. ഇപ്പൊ പറഞ്ഞെന്താ? അത് ദുആ ആണ്. അല്ല എന്ന് പറഞ്ഞാൽ പുറത്താക്കുന്നു. കേട്ടോളി. ഇനി രണ്ടാമത്തേത് ഈ റിപ്പോർട്ടിന്റെ സനദ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ മുതൽക്ക് അൽബാനി അടക്കമുള്ള ആളുകൾ വിശകലനം ചെയ്യുകയും അതിന്റെ സനദിന്റെ ന്യൂനത അവർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ഇനി ഇത് നേർക്കുനേരെ നമ്മൾ എടുത്താൽ തന്നെ ഇവിടുത്തെ പ്രശ്നം എന്തുള്ളൂ എന്നറിയോ? ഒരു വിളിച്ചു പ്രാർത്ഥനയല്ല. പരിചയമില്ലാത്ത ഒരു സ്ഥലത്ത്, വിജനമായൊരു സ്ഥലത്ത് ചെന്നുപെട്ടാൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ മണ്ടിയേരിയോ എന്ന് പറഞ്ഞ് വിളിക്കുന്നൊരു ശൈലി ഞങ്ങളെ മലപ്പുറം ഭാഗത്തൊക്കെ ഉണ്ട്. ചിലപ്പോൾ ആ വാക്കിന് പകരം വേറെ വാക്കായിരിക്കും വേറെ സ്ഥലത്തുണ്ടാകുക. ഇത് ആരോടാ? മരിച്ചുപോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ കേൾക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണോ? അല്ല, എൻ്റെ വിളി കേൾക്കുന്നിടത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ അത് കേട്ട് എന്നെ സഹായിക്കട്ടെ എന്നുള്ള നിലക്കാണ്. അത് ശിർക്കിലേക്ക് പോകുന്ന വിളിയല്ല. അപ്പൊ കണ്ടോ, ശിർക്കിലേക്ക് പോകുന്ന വിളിയല്ല, ശിർക്കല്ല എന്നല്ല, ശിർക്കിലേക്കുള്ള വസീല പോലും അല്ല. അതിലൊരു അപാകത ആർക്കും കാണാൻ കഴിയില്ല. സനദിന്റെ വിശദാംശം നോക്കേണ്ട ആവശ്യം തന്നെയല്ല. സനദ് സഹിയായിട്ട് ലൈഫ് ആകട്ടെ, ഒരു അപാകതയില്ല. അപ്പൊ ആരാണ് ഇവിടെ വിജനപ്രദേശത്ത് ജിന്നിനെ വിളിക്കാൻ പ്രേരിപ്പിക്കുന്നത്? നിങ്ങൾ പറ. സക്കരിയ സലാഹിയാണോ? ഒരപാകതയില്ല. ശിർക്കിലേക്ക് പോകുന്ന വിളിയല്ല. വണ്ടിയേരിയോന്ന് വിളിക്കുന്നത് പോലെയാണ്. അതെന്താ ജായിസല്ലേ? അപ്പൊ വിജനപ്രദേശത്ത് ചെന്ന് ജിന്നിനെ വിളിച്ച് സഹായം താളാൻ കള്ള ഹദീസും ഉച്ചരിച്ച് കള്ളത്തരം കാട്ടി നടക്കണ ആരാ? ഈ മുഹദ്ദിസ് തന്നെ, വേറെ ആരുമല്ല. ഇയാളെന്താ പറയേണ്ടത്? ലൈഫാണ്, അതുകൊണ്ട് അമൽ ചെയ്യാൻ പാടില്ല. പറഞ്ഞില്ല. ഒരു അപാകതയും അതിലാർക്കും കാണാൻ കഴിയില്ല. ശിർക്കിലേക്ക് പോകുന്ന ഒരു വിളിയല്ല അത്. മണ്ടിയേരിയോന്ന് പറയുന്ന മാതിരിയുള്ളൂ. ഇനി കേട്ടോളൂ. ഇത്ര മാത്രമാണ് ആ റിപ്പോർട്ടിലുള്ളത്. ഇനി അതിന്റെ സനദിന്റെ വിശദാംശത്തിലേക്ക് പോകാതെ തന്നെ അത് എടുത്താൽ ഇത്രയേ അതിലുള്ളൂ. അതിലൊരു അപാകത ഒരാൾക്കും കാണാൻ കഴിയില്ല. അപ്പം ഇങ്ങനെ വിജനമായി കിടക്കുന്ന സ്ഥലത്ത് നമുക്കറിയോ അവിടെ ആരെങ്കിലും മനുഷ്യന്മാരും ഇല്ല, അവിടെ ജിന്നുകൾ മാത്രമേ ഉള്ളൂ. അപ്പം വിജനമായി കിടക്കുന്നിടത്ത് ഇത് ജിന്നാണ് എന്ന് സമർത്ഥിച്ചുകൊണ്ടത് ജിന്നിനോടുള്ള പ്രാർത്ഥനയാണ്, അപ്പം അങ്ങനെ ചെയ്യുന്നത് ശിർക്കാണ് എന്ന് സമർത്ഥിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ജിന്ന് അവിടെ മാത്രമേ ഉള്ളൂ, വേറെ എവിടെയില്ല എന്ന് പറയാൻ പറ്റുമോ? ആർക്കാണ് ജിന്നുള്ള സ്ഥലം ഇന്നടത്ത് എന്ന് നിർണ്ണയിക്കാൻ പറ്റുക? പൊതുവെ അവർ ഇന്നിടങ്ങളിലൊക്കെ ഉണ്ടാവാം എന്നുള്ള ഒരു നിലപാടല്ലാതെ ഇപ്പൊ സൗദി അറേബ്യയിൽ മനുഷ്യൻ താമസിക്കുന്ന സ്ഥലം എവിടെയെന്ന് ചോദിച്ചാൽ അത് കൃത്യമായിട്ട് താമസിക്കുന്ന സ്ഥലം, വീട് നമ്പർ, അതേപോലെ തന്നെ പിന്നെ ഫ്ലാറ്റുകള്, പിന്നെ ബാച്ചിലേഴ്സ്, ഫാമിലികള്, പിന്നെ കോട്ടേജുകൾ, അതേപോലെ കൊട്ടാരങ്ങള്, ഇതൊക്കെ ഉള്ള സ്ഥലങ്ങൾ എവിടെയെന്നുള്ളതൊക്കെ മാർക്ക് ചെയ്ത് കാണിക്കാൻ പറ്റും. മറ്റേതാർക്കെങ്കിലും ഇവിടെ കാണിക്കാൻ പറ്റുമോ? പറ്റൂല. അപ്പൊ അത് ഇന്ന സ്ഥലത്ത് ചെന്നിട്ട് അവിടുന്ന് ഇങ്ങനെ വിളിച്ചാൽ അത് അവർ തന്നെയാണ് എന്ന് ഒരു തീരുമാനത്തിലെത്തിയിട്ട് ഇത് അവരോടുള്ള തേട്ടവുമാണ്, അതുകൊണ്ട് അത് ശിർക്കുമാണ് എന്ന് പറയുന്നതിന് എന്തില്ല? യാതൊരു അടിസ്ഥാനവും യഥാർത്ഥത്തിലുള്ള ഇത് അവരോടുള്ള പ്രാർത്ഥന അല്ല എന്നാണ് ഞാൻ തീർത്തു പറയുന്നത്. ആരാ പ്രേരിപ്പിക്കുന്നത്? നിങ്ങൾ കേട്ടോളി. ഇത് അവരോടുള്ള പ്രാർത്ഥന അല്ല എന്നാണ് ഞാൻ തീർത്തു പറയുന്നത്. ഇപ്പൊ പറഞ്ഞെന്താ അറിയോ? പ്രാർത്ഥന ആണ് എന്ന് പറയണം, അല്ലെങ്കിൽ പുറത്താക്കും. ഇതാ ഞാൻ ഒപ്പിടാത്ത പ്രശ്നം. ഇത് മാറ്റണം എന്നാ പറയുന്നത്. ഇത് അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ നിർത്ത വ്യാഖ്യാനമല്ല, ഇത് സലഫി പണ്ഡിതന്മാരുടെ വ്യാഖ്യാനമാണ്. സലഫി ഗ്രന്ഥങ്ങളിൽ നിന്ന് അദ്ദേഹം പഠിച്ചതാണ്. ഇപ്പൊ അത് മാറ്റണം. ഇലക്ഷൻ വന്നപ്പോ ഒരു വിഭാഗത്തെ ശിർക്ക് ആരോപിച്ച് മാറ്റി നിർത്താൻ
യാ ഇബാദല്ലയും അതുപോലെ തന്നെ ഈ പറഞ്ഞ ജബ്ബാർ മോളിയുടെ ലേഖനം. ആരാ ഇത് ചർച്ചയ്ക്ക് കൊണ്ടുവന്നത്? ഞാനാണോ? 2011 ഇലക്ഷനോടനുബന്ധിച്ച് 2007 എഴുതിയ ലേഖനം കുത്തിപ്പൊക്കി ഊതി വീർപ്പിച്ച് ദൗറ വെച്ച് ചർച്ച വെച്ച് ഇവിടെ പ്രസിഡന്റ് ആക്കിയത് ആരാ? അദ്ദേഹം വ്യക്തമായിട്ട് പറയാണ്, അത് ജിന്നുകള് വിജന സ്ഥലത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ എല്ലാ സ്ഥലത്തും വിളിക്കാന്നായി. സൗദി അറേബ്യയിൽ ജിന്നുകൾ താമസിക്കുന്ന സ്ഥലം ആർക്കെങ്കിലും മാർക്ക് ചെയ്ത് കാണിക്കാൻ പറ്റുമോ? പറ്റൂല. മറ്റേ എല്ലാവർക്കും മാർക്ക് ചെയ്ത് കാണിക്കാം. അപ്പൊ അത് അവർ ഉള്ള സ്ഥലത്ത് മാത്രമേ പറ്റുള്ളൂ എന്നുണ്ടോ? ഇല്ല. അത് അവരോടുള്ള പ്രാർത്ഥന അല്ലേ? അല്ല എന്ന് ഞാൻ തീർത്തു പറയുകയാണ്. പിന്നെ ഒരു ചോദ്യമുണ്ട്, അവിടെ മലക്ക് പെടും ജിന്ന് പെടുന്നു ആര് പറഞ്ഞു? യാ ഇബാദല്ലാഹ് എന്ന വിളിയിൽ ഇമാം അഹമ്മദ് വിളിച്ചാലും മലക്ക് പെടും ജിന്ന് പെടുന്നു ആര് പറഞ്ഞു? ഈ മൂവർ സംഘം ചോദിക്കുക. മൂവർ സംഘത്തിന്റെ നേതാവ് പറയുന്നത് കേട്ടോളി. പിന്നെ അവിടെ ഇബാദല്ലാഹ് എന്ന് പറഞ്ഞാൽ അത് ഈ ഒരു വിഭാഗം മാത്രമാണ് എന്ന് പരിമിതപ്പെടുത്താൻ ഒരു റിപ്പോർട്ട് അങ്ങനെ വന്നിട്ടുണ്ട് എന്നുള്ളത് ഒഴിച്ചാൽ വേറെ ഇബാദല്ലാഹ് എന്ന് പറഞ്ഞ പദപ്രയോഗം അള്ളാന്റെ അടിമകളെ എന്ന് പറഞ്ഞാൽ അത് ഇവർ മാത്രാണ് എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് പരിമിതപ്പെടുത്താൻ കഴിയില്ല എന്നാണ്. മലായികത്താണ് എന്ന് വന്ന റിപ്പോർട്ടുകളുണ്ട്, ജിന്നും അതിൽ ഉൾപ്പെടും എന്ന റിപ്പോർട്ടുകളുണ്ട്. അറിയാത്ത മനുഷ്യന്മാരെ ഉദ്ദേശിച്ചുകൊണ്ടും യാ ഇബാദല്ലാഹ് എന്ന് വിളിക്കാം എന്നതിലും പക്ഷാന്തരം ഇല്ല എന്നർത്ഥം. ആ ഒരു ഉദ്ദേശത്തിലാണ് പിന്നെ ഇങ്ങനെ ഒരു ശബ്ദവും കേൾക്കുന്നില്ല, ഒരാളും കാണുന്നുമില്ല, വിജനമായ ഒരു സ്ഥലമാണ്. അവിടെ വെച്ചിട്ട് യാ ഇബാദല്ലാഹ് അഈനൂനി, അള്ളാന്റെ അടിമകളെ എന്നെ സഹായിക്കി എന്ന് പറഞ്ഞ കാര്യകാരണ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരാളിൽ നിന്ന് സഹായം ചോദിക്കുന്നത് ഒരു തെറ്റുമില്ല. ഇവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ, എന്റെ വിളി കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ സഹായിക്കുക എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ. അതിൽ ശിർക്ക് വരുന്നില്ല എന്നർത്ഥം. അതിൽ ശിർക്ക് വരുന്നില്ല എന്നർത്ഥം. ഇപ്പോൾ പറയുന്നതോ അതിൽ ശിർക്ക് വരുന്നുണ്ട് എന്ന് പറയണം, അല്ലെങ്കിൽ പുറത്താകും. കണ്ടോ? അപ്പൊ ആരവിടെ യാ ഇബാദല്ലാഹ് അഈനൂനി ചർച്ച കൊണ്ടുവന്നത്? എത്ര നേരം പറയാൻ, എത്ര നേരമായി ഇപ്പൊ വിശദീകരിക്കണു? ഇയാളിപ്പോ എന്താ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ? മലായികത്താണെന്ന റിപ്പോർട്ടുണ്ട്, ജിന്നും ഉൾപ്പെടുന്ന റിപ്പോർട്ടുണ്ട്, ജിന്ന് മാത്രമാണെന്ന് സൂചിപ്പിക്കുന്ന റിപ്പോർട്ടുണ്ട്. അപ്പൊ ജിന്നും മലക്കും പെടുന്ന ആര് പറഞ്ഞു? റസൂലിന്റെ ഹദീസിൽ തന്നെ ഉണ്ട് എന്നാ ഇയാൾ പറയണത്. ഏതായാലും കാര്യകാരണ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലുള്ള പരസ്പര സഹായ നേട്ടമേ അതിലുള്ളൂ. അതിൽ ശിർക്ക് വരുന്നില്ല. കണ്ടോ? അത് ശിർക്ക് വരുന്നില്ല എന്ന്. അതാ മുജാഹിദ് പ്രസ്ഥാനം പണ്ടേ പറഞ്ഞിരുന്നത്. അതിപ്പോ ഹനീഫി മനസ്സും ചക്കരപ്പറമ്പിലും മട്ടാഞ്ചേരിയിലും അയസനിയുടെ മുമ്പിൽ ഉത്തരം മുട്ടിയപ്പോ ആദർശം മാറ്റല. ഒരു വിഷയം പഠിക്കാന്നല്ലാതെ ആകെയുള്ള പ്രശ്നം ചക്കരപ്പറമ്പിലും മട്ടാഞ്ചേരിയിലും മുസാർക്കന്മാരെടുത്ത് പോയിട്ട് വ്യവസ്ഥ ചെയ്തുമ്പോ ഈ ഉദ്ധരണി കൊണ്ട് സ്വീപ്പായി. അതിനാ വിഷയം പഠിക്കല്ലേ വേണ്ടത്? ആദർശം മാറ്റുക. എന്നിട്ടിപ്പോ ആദർശം മാറ്റിയിട്ട് ഇപ്പൊ എന്തേ കിട്ടിയോ? എന്ത് കിട്ടി മുജാഹിദ് പ്രസ്ഥാനത്തിന് ഈ പുതിയ തൗഹീദ് കൊണ്ട്? ഇനി കേട്ടോളൂ, അൽ ഇസ്ലാഹിൽ വന്നത് ശിർക്കാണെന്നല്ല ഇപ്പൊ പറയണത്. എന്നാ മൂപ്പര് പറഞ്ഞു കേട്ടോളൂ. പിന്നെ ആ പറഞ്ഞ കൂട്ടത്തിൽ ഇബ്നു കസീറിൽ മാത്രമല്ല അൽ ഇസ്ലാഹിലും എഴുതിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അൽ ഇസ്ലാഹിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ അൽ ഇസ്ലാഹിലെ പദപ്രയോഗത്തിൽ വന്നിട്ടുള്ള തെറ്റ് അൽ ഇസ്ലാഹിൽ അത് എഴുതിയിട്ടുള്ള വ്യക്തി തിരുത്തിയത് അതിന്റെ ശേഷമുള്ള ലക്കത്തിൽ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. അതും കൂടിയാണ് വായിച്ചാൽ അൽ ഇസ്ലാഹിലും ഉണ്ട് എന്നുള്ള പ്രശ്നം അവിടെ അവസാനിക്കും. ആ ലേഖനം എഴുതിയ ആൾ തന്നെ അതിനെ തിരുത്തും എഴുതിയിട്ടുണ്ട് എന്നർത്ഥം. അൽ ഇസ്ലാഹില് ലേഖനം എഴുതിയ ആൾ തന്നെ തിരുത്തിയിട്ടുണ്ട്, അത് ശേഷമുള്ള ലക്കത്തിലുണ്ട്, അത് വായിച്ചാൽ മതി. ഇവിടെ യാ ഇബാദല്ലാഹിനെ പറ്റിയ ചോദ്യം. യാ ഇബാദല്ലാഹ് എന്നേറ്റ് ബന്ധപ്പെട്ട അല്ലാ ജബ്ബാർ മൗലവി എഴുതിയതാണ് ഇപ്പൊ മൂവർ സംഘം പാടി നടക്കുന്നത്. അബ്ദുൽ ജബ്ബാർ മൗലവി എഴുതിയത് വേറെ, യാ ഇബാദല്ലാഹ് അഈനൂനി വേറെ. അത് രണ്ടും തമ്മിൽ കൂട്ടിക്കെട്ടേണ്ടതില്ല. എന്നാ എന്തിനാ ഇയാളിപ്പോ കൂട്ടിക്കെട്ടിയത്? ഇയാള് കൂട്ടിക്കെട്ടിയെന്ത്? ചോദ്യകർത്താവ് ചോദിച്ചു, യാ ഇബാദല്ലാഹ് മലക്കാകട്ടെ ജിന്നാകട്ടെ വിജനപ്രദേശത്ത് വിളിച്ചാൽ സഹായിക്കുന്നു വിശ്വസിച്ചാൽ ശിർക്കാണോ? ശിർക്കാകും, വിളിക്കാൻ പാടില്ല എന്ന് ഒരു മിനിറ്റ് വരെ മറുപടിക്ക് എന്തിനെങ്ങനെ പരത്തി പറഞ്ഞത്? ഇന്ന് തീർന്നിട്ടില്ല, അവരെ മറുപടി വീണ്ടും തുടരുക. ഇപ്പൊ മൂപ്പർ അൽ ഇസ്ലാഹിനെ പറ്റി ഇപ്പൊ എന്റെ കുറ്റപത്രത്തിൽ എന്താ? 8 മാസത്തോളം വെച്ച് താമസിപ്പിച്ചു തിരുത്തു പ്രസിദ്ധീകരിക്കാൻ, അതിന്റെ കുറ്റാണ് മൂപ്പർ ഇവിടെ പറഞ്ഞതോ. അപ്പൊ അന്ന് നുണ ചെയ്താ ഉദ്ദേശിച്ചിട്ടില്ല, ഇപ്പൊ കുറ്റപത്രം ഉണ്ടാക്കിയപ്പോ കുറ്റം ഉണ്ടാക്കിയതാ. അപ്പൊ അൽ ഇസ്ലാഹിന് ശിർക്കുണ്ട് എന്ന് പറഞ്ഞോ? പറഞ്ഞില്ല. ജബ്ബാർ മൗലവി എഴുതിയ ലേഖനം യാ ഇബാദല്ലാഹ് ബന്ധമുള്ളതല്ല എന്ന് പറഞ്ഞോ? പറഞ്ഞില്ല. അത് രണ്ടും തമ്മിൽ ബന്ധമുണ്ട് എന്ന നിലക്ക് തന്നെയാണ് വ്യാഖ്യാനിച്ചത്. ഇനി മൂപ്പര് ഹാജറ ബീവി സംഭവം ഇതിനോട് ബന്ധിപ്പിക്കാം. കേട്ടോളൂ. ഇനി
ഒന്നുകൂടി ഞാൻ ഈ കാര്യം ക്ലിയർ ആകാൻ വേണ്ടി പറയാം. ഹാജറ, ബുഖാരി ഉദ്ധരിച്ച ഹദീസ, ഹാജറ ബീവി ഇങ്ങനെ ഇസ്മായിൽ വെള്ളത്തിന് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഉള്ള വെള്ളം തീർന്നിട്ട് വെള്ളം തേടി പോവുക. അങ്ങോട്ടൊന്ന് ഓടി സൊഫന്റെ മുകളിൽ, അവിടെ ഒന്നും കാണുന്നില്ല. അവിടുന്ന് ഇറങ്ങി നേരെ മറുവന്റെ അടുക്കലേക്ക്. അവിടെ ചെന്ന് നോക്കി, അവിടെയില്ല. ചുറ്റുഭാഗം നോക്കി, ആരും കാണുന്നില്ല. കുട്ടിൻ്റെ അടുക്കലേക്ക് ഒന്ന് വരും, പിന്നെ അങ്ങോട്ടോടും, പിന്നെ ഇങ്ങോട്ടോടും. ആരെങ്കിലും ഉണ്ടോ, ആരെങ്കിലും വരുന്നുണ്ടോ, ഒന്നും കാണുന്നില്ല. പെട്ടെന്നൊരു ശബ്ദം കേട്ടു. ആ ശബ്ദം കേട്ടപ്പോൾ ഹാജറ പറഞ്ഞു, അഹിസ് അഹിസ് ഇൻ കാന ഇൻദക ഖൈർ. ആ ശബ്ദത്തിനോടായിട്ടാണ്, നിന്റെ അടുക്കൽ വല്ല ഖൈറും ഉണ്ടെങ്കിൽ ലേശം വെള്ളം തന്ന് ഇന്നൊന്ന് സഹായിക്കണം, ഈ കുട്ടി ദാഹിച്ച് പരവശനായി കിടക്കുകയാണ് എന്ന്. പിന്നെ ആ ശബ്ദത്തിൻ്റെ നേരെ തിരിഞ്ഞു നോക്കുമ്പോൾ മലക്ക് ജിബ്രീൽ അതാ കുതിൻ്റെ കുളമ്പ കാലടി വന്നിടത്ത് അവിടുന്ന് പിന്നെ വെള്ളം വരുന്നു, ഉറവ വരുന്നു. അപ്പം ജിബ്രീലിനോട് വിളിച്ച് പ്രാർത്ഥിക്കാൻ തെളിവായിട്ട് ഇതെടുക്കാമോ? എന്നാൽ ഇതിന് മഹാത്മാക്കളോട് വിളിച്ച് പ്രാർത്ഥിക്കാൻ തെളിവ് കണ്ടോ ആഹിസ്? അവിടെ ഉദ്ദേശിച്ചത് ആരെയാ? ആഹിസ് എന്ന് പറഞ്ഞാൽ മരിച്ചുപോയ മഹാത്മാക്കളെ ആയിരിക്കുമല്ലോ എന്ന് പറഞ്ഞിട്ട് യാഥാസ്ഥികരായ ചില പണ്ഡിതന്മാർ ഇതും തെളിവിന് ഉദ്ധരിക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പം അവിടെ ഹാജറയുടെ ആഹിസ് എന്നത് ആരെങ്കിലും ആവാം, ആരാണെങ്കിലും ശരി, എനിക്ക് ഇവിടുന്ന് വെള്ളം കിട്ടണം, അല്ലെങ്കിൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ആ ശബ്ദത്തിൻ്റെ നേരെ അവിടുന്ന് തിരിഞ്ഞിട്ടൊന്നും പറയേണ്ടതില്ലല്ലോ. ഇവിടെ തന്നെ ഇരുന്നിട്ട് മരിച്ചവരോട് ചോദിക്കാനാണെങ്കിൽ ചോദിച്ചാൽ മതിയല്ലോ. പിന്നെ ജിന്നിൻ്റെ സഹായം കിട്ടാൻ ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് മാത്രമേ ജിന്നിൻ്റെ സഹായം കിട്ടുള്ളൂ എന്നാണോ സഹായം കിട്ടുമെന്ന് പറയുന്ന ആളുകളുടെ വിശ്വാസം? അതിലും അർത്ഥമില്ലാത്തതാണ്. അപ്പോൾ ആ റിപ്പോർട്ട് യഥാർത്ഥത്തിൽ മരിച്ചുപോയ മഹാത്മാക്കളോട് സഹായം തേടുന്നതിനുള്ള തെളിവല്ല. മരിച്ചുപോയ ആളുകളോടോ ജീവിച്ചിരിപ്പുള്ള ആളുകളോടോ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ ഗുണം പ്രതീക്ഷിച്ചുകൊണ്ടോ ദോഷബാധയെ ഭയന്നുകൊണ്ടോ എന്തെങ്കിലും ആവശ്യപ്പെടുന്ന, പ്രാർത്ഥിക്കുന്ന, സഹായം തേടുന്ന അതാണ് ശിർക്ക്. അത് ഇതിൽ വരുന്നില്ല എന്നർത്ഥം. കണ്ടോ എത്ര നേരം വിശദീകരിച്ചത്? അതിൽ ശിർക്കില്ല, പ്രാർത്ഥനയല്ല, ശിർക്കിലേക്ക് പോകുന്ന വിളിയല്ല, അതിലൊരു അപാകതയില്ല. അപ്പൊ ആരാ സുഹൃത്തുക്കളെ ഈ ദുർബല ഹദീത്തും പിടിച്ചിട്ട് വിജനപ്രദേശത്ത് ജിന്നിനെ വിളിച്ച് സഹായം തേടുന്നതിന് ന്യായീകരിക്കുന്നത്? നോക്കി നിങ്ങൾ, നമ്മൾ പറയുന്നത് പാടില്ല എന്നാണ്, അത് ഹറാമാണ്. യാ ഇബാദല്ലാ എന്ന ഹദീസ് ദുർബലമാണ്, അതുകൊണ്ട് അത് വെച്ച് അമൽ ചെയ്യാൻ പാടില്ല. കാസർഗോഡ് സക്കരിയ സലാഹി പ്രസംഗിച്ചു എന്നാ കുറ്റപത്രത്തിലുള്ളത്. ആ കാസർഗോഡ് സിഡിയിൽ തന്നെ ഞാൻ പറഞ്ഞു ഇത് ദുർബലമാണ്, ഇതുകൊണ്ട് അമൽ ചെയ്യാൻ പാടില്ല. ഇസ്ലാഹ് മാസികയിൽ ഞാൻ എഴുതി. അഹ്മദ് ബിൻ ഹംബലിന്റെ സംഭവം പറഞ്ഞത് എന്തിനാ? അവരൊന്നും ശിർക്ക് ചെയ്തിട്ടില്ല എന്ന് പറയാന്. പക്ഷേ ഇത് അനുവദനീയമാക്കാൻ വേണ്ടിയാണ് ഇമാം അഹ്മദിന്റെ സംഭവം പറഞ്ഞതെന്നാണ് കുറ്റപത്രത്തിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മുമ്പേയുള്ള ഒരു നിലപാട് ഈ ഹദീസിനെ സംബന്ധിച്ച് കഴിഞ്ഞ നൂറ്റാണ്ടുകളിലൊക്കെയുള്ള സലഫി പണ്ഡിതന്മാർ എഴുതിയ നിലപാട്, ആ നിലപാടിന്റെ അടിസ്ഥാനത്തിലാണ് അബ്ദുറഹ്മാൻ സലഫി പ്രസംഗിച്ചത്. പക്ഷെ ഇപ്പൊ അദ്ദേഹം തന്നെ അദ്ദേഹത്തിന് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ ക്ലിപ്പ് ഈ ബൈക്കൊക്കെ വരുമ്പോ നിങ്ങളൊന്ന് ചോദിക്കണം, ഇങ്ങനെ ഒരു ക്ലിപ്പ് ഉണ്ടല്ലോ, അതൊന്ന് വിശദീകരിച്ച് തരണം. ഈ ഒരൊറ്റ ക്ലിപ്പ് മതി ഈ പ്രശ്നത്തിന്റെ വേരെവിടെയാണെന്ന് സാധാരണക്കാർക്ക് മനസ്സിലാകാൻ. സുഹൃത്തുക്കളെ, ഇവിടെ എന്താ പ്രശ്നം? ഇവിടെ എന്താ പ്രശ്നങ്ങൾ മനസ്സിലായിക്കോളും. ഇതെന്താ? ഇത് ഇലക്ഷനുമായി ബന്ധപ്പെട്ട മുജാഹിദ് പ്രസ്ഥാനത്തിൽ ചേരിതിരിവുണ്ടാക്കാൻ വേണ്ടി ഇയാൾ ഉണ്ടാക്കിയതാണ്. ഇനി നോക്ക് നിങ്ങള്, 2009 അനസ് മൗലവിയോട് ചോദിച്ചു, അല്ല ജിന്നുകളോട് സഹായം ചോദിക്കുന്നതിൽ ശിർക്ക് ആകാത്ത വല്ല തേട്ടവും ഉണ്ടോ? മടവൂർ വിഭാഗത്തിനെതിരിൽ ഒരു മുഖാമുഖം വെച്ചിട്ട് അവര് ചോദ്യം ചോദിച്ചു. മടവൂർ വിഭാഗത്തിൽപ്പെട്ട ഒരാൾ ചോദ്യം ചോദിക്കാൻ, അതിന് അദ്ദേഹം കൊടുക്കുന്ന മറുപടി കേട്ടോളൂ. ജിന്നിനോട് സഹായം തേടിയാൽ ഷിർക്കാകാത്ത വല്ല തേട്ടവുമുണ്ടോ? നേരത്തെ ഇവിടെ പ്രാർത്ഥനയെന്ന് പറഞ്ഞു, പ്രാർത്ഥനയെന്ന് അവരാരും ആരോപിച്ചിട്ടില്ല. ജിന്നിനോട് സഹായം തേടാമെന്നാണ് നിങ്ങൾ പറഞ്ഞതായിട്ട് പറഞ്ഞത്. ഞാൻ ചോദിച്ചത് ജിന്നിനോട് സഹായം ചോദിച്ചാൽ ഷിർക്കാകാത്ത വല്ല തേട്ടവുമുണ്ടോ? നമുക്കൊരു മടവൂരിയോട് തന്നെ ചോദിച്ചു നോക്കാം. അത് ഞങ്ങളല്ലേ തീരുമാനം. നിങ്ങൾ ചോദ്യം ഞങ്ങൾ പറഞ്ഞു പോലെ ചോദിച്ചു. നിങ്ങൾ മടവൂരിയല്ല, അത് എനിക്കറിയാം. നിങ്ങൾ മടവൂരി ആയതുകൊണ്ടല്ലല്ലോ അങ്ങനെ പറഞ്ഞത്. മറുപടി ഇപ്പൊ എങ്ങനെ പറഞ്ഞു? ഇപ്പൊ നിങ്ങൾ ഒരു പടച്ചിട്ട് വലുതായതുകൊണ്ട് എനിക്ക് പ്രയാസമൊന്നുമില്ലല്ലോ. ആ ഖുർആൻ സുന്നത്ത പറയാൻ പോണത്. ഖുർആൻ സുന്നത്തല്ലാതെ വേറെ അതിൽ ഇപ്പൊ വടവൂരികൾ ഖുർആൻ സുന്നത്തല്ലാതെ പറയുന്നത്. അത് വേറെ ചോദ്യം ഉണ്ട്, അവിടെ ഇരിക്കട്ടെ. അപ്പൊ ഏതായിരുന്നാലും അതിന് മറുപടി പല വിധത്തിലുണ്ട്. മറുപടി പല വിധത്തിൽ പറഞ്ഞുതരാ.
അതായത് ഏതെങ്കിലും സഹായതേട്ട് അങ്ങനെ ഉണ്ടോന്നാ, ജിന്നുകളോട് സഹായം തേടിയാൽ അങ്ങനെ ഏതെങ്കിലും ഒരു സഹായതേട്ട് ഉണ്ടോന്നാ. അതിനെ വിശദീകരിച്ചുകൊണ്ട് സാക്ഷാൽ മടവൂരികൾ തന്നെ പറയും, നിങ്ങളെന്ന് വെച്ചാൽ വിഷമിക്കണ്ട, ഞങ്ങൾ അഡ്വാൻസ് ആയിട്ട് ഇച്ചിരി ബോധപൂർവ്വം അവരെ കവർ ചെയ്ത് പറയണോണ്ട് പ്രശ്നമൊന്നുമില്ലല്ലോ. അല്ലല്ലോ, കേട്ടോളൂ. ജിന്നുകൾക്ക് അല്ലാഹു നൽകുന്ന കഴിവ് മനുഷ്യ കഴിവിന് അതീതമെങ്കിലും അതിന് അഭൗതികമെന്ന് വിശേഷിപ്പിക്കുന്നത് ഇസ്ലാമിക കാഴ്ചപ്പാടിൽ ശരിയല്ല. അഭൗതികമായ കഴിവ് എന്ന് നാം ഉദ്ദേശിക്കുന്നത് അല്ലാഹു സൃഷ്ടികൾക്കാർക്കും നൽകാത്ത കഴിവാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജിന്നുകൾക്കുള്ള കഴിവിനെ സംബന്ധിച്ച ഒരു വിശദീകരണം. എന്നിട്ട് വീണ്ടും ഇതിൽ കാണാം, അതുപോലെ വിജനപ്രദേശത്തുണ്ടായേക്കാനിടയുള്ള ജിന്നുകളും മലക്കുകളും ഉൾപ്പെടെയുള്ള സൃഷ്ടികളോട് അവർക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ സഹായം ആവശ്യപ്പെട്ടാൽ അതും പ്രാർത്ഥനയാണെന്ന് പറയാവുന്നതല്ല. അപ്പൊ ജിന്നുകൾക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ ഏതെങ്കിലും ഒരാൾ സഹായം ചോദിച്ചാൽ അതിനെയും പ്രാർത്ഥനയാണ് എന്ന് പറയാൻ കഴിയില്ല. ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പൊ ഒരു ജിന്ന് ഇവിടെ വരികയാണ്. ആ ജിന്നിനെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു രൂപത്തിൽ ഇവിടെ വന്നു, എനിക്ക് അയാളെ കാണാം. അയാളെ സംബന്ധിച്ചിടത്തോളം അയാളെ ഞാനുമായിട്ട് സംസാരിക്കണം. എന്താ ജിന്ന സുഖമാണോ, എവിടുന്നാ വരുന്നത്, എങ്ങനെയുണ്ട് എന്ന് അയാളോട് സംസാരിച്ചാൽ അത് അഭൗതികമല്ല. അയാളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ചോദിച്ചതുകൊണ്ട് ശിർക്കാവുകയുമില്ല. കണ്ടോ എന്താ മൂപ്പര് പറഞ്ഞത്? ശിർക്കാകാത്ത തേട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, എന്ത് തേടിയാലും ശിർക്കാണ്. 2012 തൗഹീദ് അനുസരിച്ച് അത്രേ പറയണ്ടു. നമുക്ക് മടവൂരിയോട് ചോദിച്ചു നോക്കാം. എന്നിട്ട് മടവൂരിനെ ബുക്കെടുത്ത് വായിച്ച് അങ്ങോട്ട് മറിച്ച് ഇങ്ങോട്ട് മറിച്ച് പിന്നെ മൂപ്പര് പറയണെന്താ, ഒരു ജിന്ന് ഏതെങ്കിലും രൂപത്തിൽ ഇവിടെ വന്ന്, ഏതെങ്കിലും രൂപത്തിൽ, ആ പട്ടിയുടെ രൂപത്തിൽ, കറുത്ത പൂച്ചന്റെ രൂപത്തിൽ അവര് ജമിയത്തിനോടുത്ത പ്രബന്ധത്തിലുണ്ട്. ഈ പറഞ്ഞ അനസും അനീഫയും കൊടുത്ത പ്രബന്ധത്തിലുണ്ട്. കറുത്ത പട്ടിയുടെ രൂപത്തിൽ വരും, കറുത്ത പൂച്ചന്റെ രൂപത്തിൽ വരും, നായിന്റെ രൂപത്തിൽ, പാമ്പിന്റെ രൂപത്തിൽ, ഏതെങ്കിലും രൂപത്തിൽ വന്നു. അനസുമൊളി പറയാം, എനിക്ക് ആളെ കാണാം. അപ്പൊ ഞാൻ ചോദിക്കാം, എന്താ ജിന്നെ സുഖാണോ എന്നൊക്കെ ചോദിച്ചാൽ അത് ശിർക്കല്ല. ഇന്നിപ്പോലും പറഞ്ഞ എന്താ അറിയോ, ജിന്നു ബാധിച്ച ഒരാള് അത് ജിന്നു ബാധയാണെന്ന് തിരിച്ചറിയണമെങ്കിൽ പോലും വഹയുവാണെന്നാണ്. അപ്പൊ ഇയാൾക്ക് വഹയുള്ള കാലത്ത് പറഞ്ഞതാവും എന്ന് വിചാരിക്കുക. നീ കേട്ടോളൂ, എന്റെ ബാക്കി കേൾക്കാം. ഇനി മാത്രമല്ല, വിശുദ്ധ ഖുർആൻ തന്നെ പരിശോധിച്ചാൽ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം ജിന്നുകളോട് സംസാരിക്കുന്നു, ജിന്നുകളെ കൊണ്ട് പല പണി എടുപ്പിക്കുന്നു, ബന്നാവുകൾ ഉണ്ടായിരുന്നു എന്ന് മടവൂരികൾ തന്നെ സമ്മതിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആനാണ്, ഞാൻ മടവൂരി ചേർത്തി പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. വിശുദ്ധ ഖുർആൻ തന്നെ പറയാണ്, സുലൈമാൻ നബിയുടെ സന്നിധിയിൽ ജിന്നുകൾ ഉണ്ടായിരുന്നു, ആ ജിന്നുകളെ കൊണ്ട് സുലൈമാൻ നബി പണിയെടുപ്പിച്ചിരുന്നു എന്ന്. അപ്പൊ അധീനമാക്കി കൊടുത്തിട്ടല്ലേന്നാ. അപ്പൊ ജിന്നാണല്ലോ, സംഗതി മനുഷ്യനായില്ലല്ലോ. അധീനപ്പെടുത്തിയത് കൊണ്ട് മനുഷ്യനല്ലാതാകുന്നില്ല. ജിന്നായ രൂപത്തിൽ തന്നെ സുലൈമാൻ നബിയുടെ മുന്നിൽ ജിന്ന് വന്നിരുന്നു. ഇഫ്രീത്ത് അടക്കമുള്ളവരുണ്ട്. മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാം അവരെ കൊണ്ട് പണിയെടുപ്പിക്കുന്നു, അവര് പണിയെടുക്കുന്നു, സുലൈമാൻ നബി അവരുമായി സംസാരിക്കുന്നു. അത് ശിർക്കല്ല, അത് ശിർക്കാണെന്ന് പറയുക സാധ്യമല്ല. ഇനി ആ രൂപത്തിൽ ആരെങ്കിലും പറഞ്ഞെങ്കിൽ അത് ഖുർആനിന് വിരുദ്ധമാണ്. എങ്ങനെയുണ്ട്? സുലൈമാൻ നബിയുടെ സദസ്സിൽ ജിന്നുണ്ടായിരുന്നു, ജിന്നോട് ഇപ്പൊ സംസാരിച്ചിരുന്നു. അപ്പോ എന്തെങ്കിലുമൊക്കെ സഹായം ചോദിച്ചിട്ടുണ്ടാവുമല്ലോ, അപ്പൊ അത് ശിർക്കല്ല. അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ അത് ഖുർആനിന് വിരുദ്ധമാണ്. ഇപ്പൊ പറയണതോ അവൻ പറഞ്ഞ സംഘടനക്ക് പുറത്താണ്. ശിർക്കാകാത്ത വല്ല തേട്ടം ഉണ്ട് എന്ന് ആരെങ്കിലും പറഞ്ഞ ഓ സംഘടനക്ക് പുറത്താണ്. നോക്കണങ്ങള്. ഇനി എപ്പോഴാ ശിർക്കാകുക? പ്രാർത്ഥന ആയാലേ ശിർക്കാകുള്ളൂ. അത് മൂപ്പര് പറയാ, കേട്ടോളി. എന്നാൽ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് മനസ്സിലാക്കിക്കൊള്ളണം. ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് എന്തെങ്കിലും ഒരു പ്രയാസമുണ്ടായി, അയാളെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥന ഉയരുന്ന സന്ദർഭമുണ്ടായി എങ്കിൽ ആ സന്ദർഭത്തിൽ ജിന്നെ രക്ഷിക്കണേ, ജിന്നെ സഹായിക്കണേ, ജിന്നെ എന്നെ രക്ഷിക്കണേ, എന്റെ പാപം പുറത്തു തരണേ, എന്റെ പ്രയാസം നീക്കി തരണേ, ജിന്നെ എനിക്ക് സന്താനങ്ങളെ തരണേ എന്നിങ്ങനെ ചോദിച്ചാൽ അത് ശിർക്കാണ്, അത് കൊടും പാപമാണ്. അതേക്കുറിച്ചാണ് ഖുർആൻ പറഞ്ഞത്, ഇൻ തദ്ഉഹും. പ്രാർത്ഥനയുടെ ഏതെങ്കിലും ഒരു ഘട്ടം, ആ ഘട്ടം ജിന്നുകളുമായി ബന്ധപ്പെടുന്ന വിഷയത്തിൽ വന്നുപോയാൽ ഒരിക്കലും നിങ്ങൾ അവരോട് ദുആ ചെയ്താൽ ലാ യസ്മഉ ദുആഅക്കും, നിങ്ങളുടെ പ്രാർത്ഥന ജിന്നായാലും മലക്കായാലും പ്രവാചകന്മാരായാലും ആരായാലും അവർ കേൾക്കുകയില്ല. വലൗ സമിഉ, ഇനി കേൾക്കുമെന്ന് സങ്കല്പിച്ചാൽ തന്നെ മസ്തജാബു ലക്കും, അവർ നിങ്ങൾക്ക് ഉത്തരം തരില്ല. അത് ജിന്നാണെങ്കിലും മലക്കാണെങ്കിലും മനുഷ്യരാണെങ്കിലും അമ്പിയാക്കന്മാരാണെങ്കിലും ആരാണെങ്കിലും ആ പ്രാർത്ഥന അവരിലേക്ക് തിരിച്ചാൽ ഒരിക്കലും ഉത്തരം തരില്ല. അപ്പൊ നാം പറഞ്ഞു വന്നത്, ഒരിക്കലും ജിന്നിനോട് പ്രാർത്ഥിക്കുക എന്നത് പാടില്ല. പ്രാർത്ഥനാ ഭാവമുള്ള ഒരു തീട്ടവും ജിന്നിനോടല്ല, മലക്കിനോടല്ല, മനുഷ്യരോടല്ല, ഒരാളോടും പാടില്ല. അങ്ങനെ ചെയ്താൽ അത് ശിർക്കാണ്. അങ്ങനെ പ്രാർത്ഥിച്ചാൽ ആരും ഉത്തരം തരില്ല. ജിന്ന് തരില്ല, മലക്ക് തരില്ല, അതുപോലെ തന്നെ മനുഷ്യൻ തരില്ല, പ്രവാചകന്മാർ തരില്ല, ആരും തരില്ല. കേട്ടോ, വ്യക്തമാണ്. എപ്പോഴാ ശിർക്കാകുക? പ്രാർത്ഥനയാകുമ്പോഴാ ശിർക്കാകുക. ജിന്നെ രക്ഷിക്കണേ, ജിന്നെ സഹായിക്കണേ, ജിന്നെ എന്റെ പാപം പൊറുക്കണേ, അതാണ് ശിർക്ക്. അതല്ലാത്ത എന്തെങ്കിലും ചോദിച്ചാൽ